സ്ട്രേഞ്ചർ തിങ്സ് ഈ ഷോയുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോപ്പുലർ പ്രൊജക്ടുകളാണ് ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ്, MK Ultra, മോൺടാക് പ്രൊജക്ട്. എല്ലാം കോൺസ്പിറസി അല്ല, കാരണം ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പും MK Ultraയും നടന്നു എന്നതിന് തെളിവുകളുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച കാലത്ത് US ആർമിയിലെ ഏജന്റുകൾ 1600ഓളം ജർമ്മൻ ശാസ്ത്രജ്ഞരെ അമേരിക്കൻ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യിക്കാൻ കൊണ്ടുവന്ന ഓപ്പറേഷനാണ് പേപ്പർ ക്ലിപ്പ്. സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ ഇവർ എത്താതെ ഇരിക്കാനായിരുന്നു ധൃതിപ്പെട്ട് ഈ ഓപ്പറേഷൻ നടത്തിയത്. ആദ്യം ഒരു പഠനം പോലെ ആൾക്കാരുടെ സമ്മതത്തോടെ തുടങ്ങി. പിന്നീട് കൺസെന്റ് ഒന്നുമില്ലാതെ ആൾക്കാരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നടത്തിയ പ്രൊജക്ടാണ് MK Ultra. സ്ട്രേഞ്ചർ തിങ്സിൽ MK Ultra മെൻഷൻ ചെയ്യുന്നത് ഇലവന്റെ അമ്മ MK Ultra എക്സ്പെരിമെന്റിൽ ഭാഗമായിരുന്നു എന്നതിൽ നിന്നാണ്. മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്സും ചെറിയ കുട്ടികളുടെ മേൽ നടത്തിയ എക്സ്പെരിമെന്റ്സും ടൈം മെഷീൻ കണ്ടുപിടിക്കലും മോൺടാക് എന്ന സ്ഥലത്തെ ക്യാമ്പ് 0 എന്ന മിലിറ്ററി ബേസിൽ നടന്നു എന്ന് പറയുന്ന പ്രൊജക്ടാണ് മോൺടാക് പ്രൊജക്ട്. അടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആൺകുട്ടികളിലാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയതെന്ന് പറയുന്നു. 1981 ഈ മിലിറ്ററി ബേസിൽ